ലോകം അസാധാരണ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ ഇത് 4ാം ദിവസമാണ്. പരോക്ഷമായോ നേരിട്ടോ ഈ യുദ്ധ സാഹചര്യങ്ങൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് യുദ്ധം നേരിട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കപ്പുറം എല്ലാവരെയും ബാധിക്കുന്ന തരത്തിലേക്ക് ലോക സാഹചര്യങ്ങൾ മാറുന്നു എന്നതാണ് അവസ്ഥ. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നതാണ് അവസ്ഥ. ഇറാനെതിരായ ആക്രമണവും ഇറാൻ്റെ തിരിച്ചടിയും ലോകരാജ്യങ്ങളെ എല്ലാവരെയും പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് തന്നെ മാറുന്നു. പ്രത്യേകിച്ചും അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഇറാൻ നടത്തുന്ന കടന്നാക്രമണം പ്രത്യേകിച്ച് ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയാണെങ്കിൽ പക്ഷേ സാഹചര്യം മറ്റൊന്നുകൂടി മാറുകയാണ്. അങ്ങനെ എല്ലാവരെയും നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ലോക സാഹചര്യങ്ങൾ മാറുന്നു. എന്താണ് യുദ്ധമുണ്ടാക്കുന്ന പ്രതിസന്ധി? ഈ യുദ്ധത്തിന് എപ്പോൾ എങ്ങനെ പരിഹാരമുണ്ടാക്കും? സമാധാന ശ്രമങ്ങൾ സാധ്യമാണോ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഇതിനിടയിൽ പുറത്തു വരുന്ന ചില കണക്കുകൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ആയിരക്കണക്കിന് പേരുടെ മരണം സാക്ഷ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് തന്നെ ഈ ദുരന്ത ചിത്രം മാറുകയാണ്. അത് ഇരുപക്ഷത്തുമുണ്ട്. എന്താണ്, എങ്ങനെയാണ് സമാധാനമുണ്ടാകുക? നമുക്ക് വിശദമായി പരിശോധിക്കാം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോക സാഹചര്യങ്ങളെ, ലോകക്രമങ്ങളെ തന്നെ ആകെ തന്നെ മാറ്റിമറിക്കുന്ന അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറുകയാണ്. യുദ്ധപ്രതിസന്ധികൾ പലതരത്തിലാണ്. അതിൽ സാമ്പത്തിക പ്രതിസന്ധി മറ്റൊരവസ്ഥയിൽ രൂക്ഷമായി കൊണ്ടുവരികയാണ്. അവശ്യ വസ്തുക്കളുടെ വിലവർദ്ധനവ് അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ്, ഗ്യാസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ വിലവർദ്ധനവ്, ഈ തരത്തിലേക്ക് ഇത് മാറുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ നേരിട്ടല്ലെങ്കിൽ കൂടിയും പരോക്ഷമായി ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കൂടി മാറുകയാണ്. മലയാളികളടക്കം കുടുങ്ങിക്കിടക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഇറാൻ്റെ തിരിച്ചടി പല തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെയും ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ചും അമേരിക്കൻ എംബസികൾ ലക്ഷ്യമിട്ടുകൊണ്ട്, വിദേശ രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസികൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇറാൻ്റെ നീക്കമുണ്ട്. അതേസമയം ഇറാന് അതേ നാണയത്തിൽ തന്നെ മറുപടി പറയുന്ന നീക്കവുമായി രംഗത്ത് വരികയാണ് അമേരിക്കയും ഇസ്രയേലും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതേസമയം പശ്ചിമേഷ്യയിലെ മറ്റൊരു മേഖലയിൽ സംഘർഷ സാധ്യത മറ്റൊരു തരത്തിൽ നിലനിൽക്കുന്നു. ലെബനൻ ലക്ഷ്യമാക്കിക്കൊണ്ട്, ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഇസ്രയേലിൻ്റെ അതിശക്തമായ സൈനിക നീക്കങ്ങളും നടക്കുന്നുവെന്നാണ് അവസ്ഥ. എന്തായാലും എല്ലാ ലോകരാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. ഈ സാഹചര്യങ്ങളെ നേരിടുകയാണ്. കേരളത്തിലടക്കം വിമാനങ്ങളടക്കം നിരവധി എണ്ണം ഇതിനകം തന്നെ റദ്ദ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്.